ഹായ് ഫാമിലി, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേര് നമുക്ക് പേഴ്സണൽ ആയിട്ടും എല്ലാതെയും മെഷീനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിക്കുന്ന എല്ലാ മെഷീന്റെ ഇമേജസ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. സാധാരണ എല്ലാവരുടെയും അടുത്ത് നമ്മൾ കണ്ടുവരുന്നത് നോർമൽ മെഷീനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഡബിൾ മെഷീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ടോപ്പ് മെഷീൻ വരുന്നത്. ടോപ്പ് മെഷീൻ എന്ന് വെച്ചാൽ നമുക്ക് ക്യാരി ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ടേബിളിന്റെ മുകളിലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പുള്ള മെഷീനാണ്. അതൊരു 8,000 മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ടേക്ക് ഒത്തിരി റേറ്റിന്റെ മെഷീൻസ് ഉണ്ട്. കമ്പനി മാറുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നോർമൽ മെഷീനും ഡബിൾ മെഷീനും വെച്ച് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റിച്ചസും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് പവർ മെഷീനാണ്. അപ്പൊ എന്റെ കയ്യിൽ പവർ മെഷീനാണ്. അതന്നെ ജൂക്കിന്റെ ജിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെഷീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതന്നെ നമുക്ക് ജാക്കിന്റെ F5 ഉണ്ട്, പിന്നെ സ്വിംഗറിന്റെ മെഷീൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡിന്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് എല്ലാ പവർ മെഷീനിലും ചെയ്യുന്നത് ഒരേപോലെ തന്നെയാണ് വരുന്നത്. അവിടുന്ന് പിന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ജാക്കിന്റെ A23 എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തയ്ച്ചു വരുന്ന സമയത്ത് നമുക്ക് ആ മെഷീനിൽ തന്നെ ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഈ പവർ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 20,000 അബോവ് ആണ്. സെക്കൻഡ് ഹാൻഡ് അല്ല പറയുന്നത്, ഫ്രഷ് പീസിന്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ ടൗൺ ഏരിയയിൽ ഒരു മെഷീന്റെ ഷോപ്പിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് മെഷീന്റെ വെറൈറ്റീസ് അവർ കാണിച്ചു തരും. ഇനി ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അത് നമുക്കൊരു പാർട്ട് 2 ആയിട്ട് കാണാം.